സ്നേഹപൂർവ്വം ഷാമ സീരിയലിൻ്റെ മഹാ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ശ്യാമയോടും അമൃതയോടും കിരണും പ്രൊഡ്യൂസറും സംസാരിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. അന്നേരം അവർക്ക് തോന്നിയൊരു സംശയം ചോദിക്കണേ. സത്യം പറയാമല്ലോ മാഡം, രാധികയെ കണ്ട നിമിഷം മുതൽ ഞങ്ങളുടെ ഉള്ളിൽ ആ സംശയം ബലപ്പെട്ടു വരുവാണ്. സത്യത്തിൽ രാധിക ശ്യാമ മാഡത്തിൻ്റെ മകളാണോ? അങ്ങനെ അവർ ചോദിച്ച ഈ ഒരു സമയത്ത് തന്നെ ആയിരിക്കോട്ടോ രാധികം വരണം കൂടി വാതിൽ തുറന്ന് അകത്തേക്ക് കയറി വരുന്നത്. ആ സമയം കിരൺ നേരിട്ട് തന്നെ ചോദിക്കുവാണ്, രാധികയും ശ്യാമ മാഡത്തെയും കാണാൻ ഒരേപോലെയുണ്ട്, ഒരേ മുഖച്ഛായ, ഒരേ ശബ്ദം. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ചോദിച്ചത്. പറയൂ മാഡം, രാധിക ശ്യാമ മാഡത്തിൻ്റെ മകളാണോ? എന്താ രാധിക, തൻ്റെ അമ്മയാണോ ശ്യാമ മാഡം? അന്നേരം രാധിക അല്ലാന്ന് പറയാൻ തുടങ്ങുന്നതും വരുൺ അതേന്ന് പറയുവാണ് കേട്ടോ. അത് കേട്ട് രാധികയും ആ പ്രൊഡ്യൂസറും അവരെല്ലാവരും അമ്പരന്ന് നിൽക്കുവാണ്. ശ്യാമ മാഡത്തെ പോലെ അത്ര വലിയൊരാളുടെ മകൾ തന്നെയാണ് രാധിക, അല്ല ഫിദ മാഡം? ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? അന്നേരം കിരൺ പറയണേ, മാഡം ഞങ്ങൾ തെറ്റായിട്ട് എന്തെങ്കിലും ചോദിച്ചതാണെങ്കിൽ മാഡം ഒന്നങ്ങ് വിട്ടുകളഞ്ഞേക്ക്. അങ്ങനെ പറഞ്ഞിട്ട് അവർ രണ്ടാളും അവിടെ നിന്നും പോകുവാണ്. ഈ സമയം രാധിക ചോദിക്കണേ, വരുൺ എന്താ ഇത്? വരുൺ എന്തിനാ ശ്യാമ മാഡോട് എൻ്റെ അമ്മ അവരോട് പറയാൻ പോയത്? എടോ, അത്രയും വലിയൊരാളുടെ മോളാണ് താനെന്ന് പറയുന്നതിൽ തനിക്ക് അഭിമാനമില്ലേ? ഞാൻ പിന്നെ ചുമ്മാ അവർ ചോദിച്ചപ്പോൾ അങ്ങനെ അങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി അതിൻ്റെ പേരിൽ ആവശ്യമില്ലാതെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ടെൻഷനാക്കിയൊന്നും വേണ്ട കേട്ടോ. അല്ലെങ്കിൽ തന്നെ ശ്യാമ മാഡത്തിന് ഒരു മകളുണ്ടെങ്കിൽ ആ മകളെ മീഡിയക്ക് പോലും അറിയാതെ രഹസ്യമായിട്ട് വെക്കുമോ? അങ്ങനെ വെക്കുന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും കാരണം ഉണ്ടാവില്ലേ? എന്നാണെങ്കിലും ഇപ്പം അതൊക്കെ വിട്ടേക്ക്. ഇന്ന് നല്ല സന്തോഷമുള്ള ദിവസമല്ലേ, ആവശ്യമില്ലാത്ത കാര്യം ഇനി ഓർത്ത് മനസ്സ് വിഷമിപ്പിക്കേണ്ട. അന്നേരം ശ്യാമ പറയണേ, പിന്നെ ഇത്ര നേരം ഇവിടെ പ്രൊഡ്യൂസറും കിരണും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് മോളെക്കുറിച്ച് തന്നെയായിരുന്നു. പ്രൊഡ്യൂസർ സാറിൻ്റെ പുതിയ കുറച്ച് സിനിമകൾ ഇറങ്ങാൻ റിലീസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആ സിനിമയിലേക്ക് മോളെ കൊണ്ട് പഠിക്കാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. അത് കേട്ട് സന്തോഷത്തോടു കൂടി നിൽക്കുവാണ് വരുണിൻ്റെ രാധികയ്ക്ക്. അന്നേരം ശ്യാമ പറയണേ, ഇനി ഇതെല്ലാം കിട്ടിയത് ഫിദ മാഡം കാരണമാണ്, ശ്യാമ മാഡം കാരണമാണ് എന്നൊന്നും പറയാൻ നിൽക്കണ്ട കേട്ടോ. ഇതെല്ലാം മോളുടെ കഴിവ് കണ്ട് അവർ മോൾക്ക് നൽകിയതാണ്. അതിൽ മറ്റാർക്കും പങ്കില്ല. നിൻ്റെ കഴിവ് തന്നെയാണ് നിന്നെ ഈ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതൊക്കെ കേട്ട് സന്തോഷത്തോടു കൂടി നിൽക്കുവാണ് അവർ. എന്നാൽ പിന്നെ നമുക്കിറങ്ങിയാലോ? അങ്ങനെ പറഞ്ഞ് അവർ പുറത്തേക്ക് ഇറങ്ങുവാണ് കേട്ടോ. അന്നേരം വരുണിൻ്റെ രാധികയ്ക്ക് പോകാൻ നിൽക്കുവാണ്. എന്നാൽ ശരി മാഡം. അങ്ങനെ പറഞ്ഞ അവർ കാറിൻ്റെ അരികിലേക്ക് നടക്കുമായിരിക്കും. ഈ സമയം ശ്യാമ പറയണേ, പിന്നെ മോളെ, ഇത്ര സന്തോഷമുള്ള കാര്യങ്ങൾക്കിടയിൽ ഈ കാര്യം പറഞ്ഞത് ശരിയാണോ എന്നറിയില്ല. എന്നാലും ഇന്നലെ രാത്രി ഞാൻ മോളെക്കുറിച്ചൊരു സ്വപ്നം കണ്ടു. മോളെ ആരോ കൊല്ലാനായിട്ട് വരുന്നത് പോലെ. സത്യം പറഞ്ഞാൽ അത് കണ്ട് ഞാൻ ഇന്നലെ വല്ലാതെ അങ്ങ് പേടിച്ചു പോയി. മോളൊന്ന് സൂക്ഷിക്കണം. അന്നേരം വരുൺ പറയണേ, മാഡം രാധികയ്ക്ക് അങ്ങനെ ഒരാപത്തും പറ്റില്ല, കൂടെ ഞാനില്ലേ? അന്നേരം രാധികം പറയുന്നുണ്ട്, അതേ മാഡം, വരുണിൻ്റെ കൂടെ ഉള്ളപ്പോൾ എനിക്ക് ഒരു ഭയവും ഇല്ല. ഈ സമയം വരുൺ പറയണേ, പിന്നെ ഫിദ മാഡം, എന്താണെങ്കിലും ഇനി ഇയാൾ ഭയങ്കര പ്രശസ്തിയിലേക്കാണല്ലോ പോകുന്നത്. വലിയ ഗായികയൊക്കെ ആകുമ്പോൾ ആരാധകരിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ അംഗരക്ഷകന്മാരുടെയൊക്കെ ആവശ്യം ഉണ്ടാവില്ലേ? സത്യത്തിൽ അതിനുവേണ്ടി ഇയാൾക്കൊപ്പം ഞാൻ തന്നെ കൂടിയാലോ എന്ന് ആലോചിക്കുന്നത്. അങ്ങനെ അവർ ഓരോന്നൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ്. അതിനുശേഷം ഫിദയോടും അമൃതയോടും ഒക്കെ യാത്ര പറഞ്ഞിട്ട് രണ്ടുപേരും കാറിലേക്ക് കയറുവാണ് കേട്ടോ. ഈ സമയം ബെഞ്ചമിൻ ഇതെല്ലാം മറഞ്ഞു നിന്ന് നോക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ അവർ കാറെടുത്ത് പോകുന്നത് കാണുന്നതും ബെഞ്ചമിൻ ഏർപ്പാടാക്കിയ ആളുകളെ വിളിച്ച് അലേർട്ട് ചെയ്യുവാണ്. അതെ, അവരിവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ എല്ലാം റെഡിയാക്കിക്കൊള്ളണം. അങ്ങനെ പറഞ്ഞ ബെഞ്ചമിനും അവരുടെ പിന്നാലെ പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് വരുൺ രാധികയും കൂടി ഡോക്ടറെ കണ്ട് മരുന്നൊക്കെ വാങ്ങിക്കുവാണ്. എന്നിട്ട് മരുന്നൊക്കെ രാധികയ്ക്ക് കൊടുക്കുന്നുണ്ട്. രാധികയുടെ തൊണ്ടയിൽ വിക്സും പുരട്ടി കൊടുക്കുന്നുണ്ട്. ഈ സമയം രാധിക പറയുന്നുണ്ട്, പിന്നെ വരുൺ എന്തിനാ ആൾക്കാരുടെ മുമ്പിൽ ഞാൻ ശ്യാമ മാഡത്തിൻ്റെ മകളാണെന്നൊക്കെ പറഞ്ഞത്? അതൊന്നും എനിക്കിഷ്ടമല്ല. അങ്ങനെയൊക്കെ പറയുന്നതിലൂടെ ഫിദ മാഡത്തിനും ശ്യാമ മാഡത്തിനും ഒക്കെ തന്നെ ആയിരിക്കും ബുദ്ധിമുട്ട്. നമ്മളോട് അവരിങ്ങനെ സ്നേഹം കാണിക്കുമ്പോൾ നമ്മളത് മുതലെടുക്കുവാണെന്നല്ലേ അവർ വിചാരിക്കൂ. വരുൺ ഇങ്ങനത്തെ സ്വഭാവമൊന്നും ഇല്ലായിരുന്നല്ലോ. എടോ ശരി, ഇനി ഞാൻ അങ്ങനെയൊന്നും പറയില്ല. താനിങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കാതെ. ഇനി ഞാൻ ആരുടെ മകളാണെന്ന് പറയില്ല, എൻ്റെ ഭാര്യയാണെന്ന് പറയാമല്ലോ, അതിൽ കുഴപ്പമില്ലല്ലോ. അങ്ങനെ പറഞ്ഞ് രണ്ടുപേരും ചിരിക്കുവാണ്. അങ്ങനെ അവർ വണ്ടി എടുത്ത് പോകുവാണ് കേട്ടോ. ഇതേസമയം കാറിൽ പൊയ്ക്കൊണ്ടിരിക്കുമായിരിക്കും ശ്യാമയും അമൃതയും. പെട്ടെന്നായിരിക്കും കേട്ടോ മറ്റൊരു വഴിയിലൂടെ വന്ന് വരുണിൻ്റെ രാധികയുടെയും കാറ് അവരുടെ കാറിൻ്റെ മുമ്പേ പോകുന്നത് അവർ ശ്രദ്ധിക്കുന്നത്. അന്നേരം ഫിദ പറയണേ, അല്ല അത് വരുണിൻ്റെ രാധികയുടെ കാറാണല്ലോ. അത് തന്നെ, ഇവർ നമ്മളെക്കാളും മുമ്പ് ഇറങ്ങിയതല്ലേ, പിന്നെന്താ ഇപ്പോഴാണോ ഇവിടെ എത്തുന്നത്? അന്നേരം അമൃത പറയണേ, അവർ ഓരോന്നൊക്കെ മിണ്ടിയും പറഞ്ഞും പുറത്തെവിടെയെങ്കിലുമൊക്കെ കയറിയിട്ടായിരിക്കും പോയത്, അതായിരിക്കും ലേറ്റ് ആയിട്ടുണ്ടാവുക. അങ്ങനെ കാറ് മുമ്പോട്ട് പോകുമ്പോഴായിരിക്കോട്ടോ വഴിയിൽ വലിയൊരു മരം വന്ന് തടസ്സമായിട്ട് ഇങ്ങനെ കിടക്കുന്നത് കാണുന്നത്. അത് കണ്ട് വരുൺ വണ്ടി നിർത്തണേ. ചേട്ടാ, ഇതെന്ത് പറ്റി? റോഡ് പണിയോ മറ്റോ ആണോ? പക്ഷേ നമ്മൾ ഇതേ വഴി തന്നെയാണല്ലോ വന്നപ്പോൾ ഇതൊന്നും കണ്ടില്ല. ഇനി ഏതെങ്കിലും പയ്യന്മാരൊപ്പിച്ച് പണിയായിരിക്കുമോ? എന്നാൽ പിന്നെ വരുൺ നമുക്ക് വേറെ വഴി കൂടി പോയാലോ? അത് വേണ്ട, നമുക്കൊന്ന് ഇറങ്ങി നോക്കാം. താൻ ഇറങ്ങും. അങ്ങനെ വരുണിൻ രാധികയും അവിടെ ഇറങ്ങി നോക്കിക്കൊണ്ട് നിൽക്കുമായിരിക്കും കേട്ടോ. ഇതേ സമയത്ത് ബെഞ്ചമിൻ ഏർപ്പാട് ചെയ്തതിൽ ഒരു ഗുണ്ട വന്ന്
വരുണിൻ്റെ രാധികയുടെയും കാറിൻ്റെ ബാക്കിലൂടെ പതുങ്ങി പതുങ്ങി വന്ന് വരുണിൻ്റെ കയ്യിൽ നിന്നും കാറിൻ്റെ കീ ഉണ്ടല്ലോ അത് തട്ടിപ്പറിച്ച് മുമ്പോട്ടേക്ക് ഓടുവാണ്. ഇത് കണ്ട് വരുണോ അതിൻ്റെ പിന്നാലെ ഓടുവാണ് കേട്ടോ. രാധികയും വരുണിന് പിന്നാലെ ഓടുന്നുണ്ട്. ഈ സമയത്തായിരിക്കും ഷ്യാമയുടെ കാറും അവിടെ എത്തുന്നത്. അങ്ങനെ മുമ്പിൽ കാർ നിർത്തിയിട്ടിരിക്കുന്നത് കാണുമ്പോൾ അവർ രണ്ടാളും കാറിൽ നിന്ന് ഇറങ്ങുക. എന്തോ പ്രശ്നമുണ്ടല്ലോ. അങ്ങനെ അവർ പറഞ്ഞ് മുമ്പോട്ട് നോക്കുമ്പോഴായിരിക്കും കേട്ടോ രാധിക വരണമൊക്കെ ആരുടെയോ പിന്നാലെ ഓടിപ്പോകുന്നത് കാണുന്നത്. അതുകൊണ്ട് അവരും അങ്ങോട്ടേക്ക് നടക്കുവാണ്. ഈ സമയം ഓടി ഓടി വരുണും രാധികയും ബെഞ്ചമിനും ഗുണ്ടകളും കൂടി ഏർപ്പാട് ചെയ്ത ഒരു സ്ഥലത്തേക്ക് എത്തുവാണ് കേട്ടോ. ആ സമയം വരുണും രാധികനെയും ബെഞ്ചമിൻ്റെ ഗുണ്ടകൾ വളയുവാണ്. ഇതേസമയം അവർ നിൽക്കുന്നതിൻ്റെ തൊട്ടരികിലുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് ബെഞ്ചമിൻ തോക്കും പിടിച്ച് രാധികയെ കൊല്ലാൻ പറ്റിയൊരവസരത്തിനായിട്ട് എയിം ചെയ്തുകൊണ്ട് നിൽക്കുവാണ്. ഈ സമയം ആ ഗുണ്ടകളും വരുണും തമ്മിൽ വലിയൊരു ഫൈറ്റ് തന്നെ ഉണ്ടാകുവാണ് കേട്ടോ. അതെല്ലാം കണ്ട് രാധികയാണെങ്കിൽ അവിടെ വരുണിൻ്റെ അരികിൽ തന്നെ ഭയന്ന് നിൽക്കുന്നുണ്ട്. ഈ സമയം വരുണിനെ ചവിട്ടേറ്റ് അവിടെ നിലത്ത് വീഴുവാണ്. അന്നേരം രാധിക ആ ഗുണ്ടയെ തടയാൻ ശ്രമിക്കുമ്പോഴേക്കും രാധികയുടെ കരണത്തിട്ടും അയാൾ പൊട്ടിക്കുവാണ്. ഈ സമയം ദേഷ്യം വന്ന രാധിക കയ്യിലൊരു മരക്കഷ്ണം എടുത്തിട്ട് അത് വെച്ച് ആ മറക്ക് നല്ല അടി കൊടുക്കുവാണ്. ഇതേ സമയത്തായിരിക്കും ഫിദയും അമൃതയും ഈ കാഴ്ച കണ്ട് അങ്ങോട്ടേക്ക് ഓടിയെത്തുന്നത്. അങ്ങനെ അവരാണെങ്കിൽ അതുകൊണ്ട് ഭയന്ന് നിൽക്കുക. പെട്ടെന്ന് സൈഡിലേക്ക് നോക്കുമ്പോഴായിരിക്കും കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ഒരാൾ രാധികയെ കൊല്ലാനായിട്ട് എയിം ചെയ്ത് നിൽക്കുന്നത് ശ്യാമ കാണുന്നത്. ശ്യാമ അങ്ങനെ ഈ കാഴ്ച അമൃതേനെയും കാണിച്ചു കൊടുക്കുവാണ് കേട്ടോ. രണ്ടുപേരും അത് കണ്ട് ഞെട്ടുവാണ്. ഈ സമയം ബെഞ്ചമിൻ മുഖത്ത് തുണിയൊന്നും വെച്ച് മറച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ബെഞ്ചമിൻ രാധികയ്ക്ക് നേരെ നിറയൊഴിക്കാൻ ഒരുങ്ങുവാണെന്ന് മനസ്സിലാക്കിയ ശ്യാമ അങ്ങോട്ടേക്ക് ഓടിച്ചെന്ന് രാധിക അവിടെ നിന്ന് തള്ളി മാറ്റുവാണ് കേട്ടോ. ഈ സമയം ബെഞ്ചമിൻ വെടിവെക്കുന്നതും ബുള്ളറ്റ് നേരെ കൊള്ളുന്നത് ശ്യാമയുടെ കയ്യിലായിരിക്കും. അങ്ങനെ ആ കാഴ്ച കണ്ട ഞെട്ടലോട് കൂടി നിൽക്കുമായിരിക്കും രാധിക അമൃതയൊക്കെ. അവർ രണ്ടാളും ഓടി വന്ന് ശ്യാമയെ പിടിച്ച് നേപ്പിക്കാൻ ശ്രമിക്കുവാണ് കേട്ടോ. അന്നേരം ശ്യാമ വീണ്ടും അവിടെ വെടിവെക്കാൻ നിൽക്കുന്ന ബെഞ്ചമിനെ തന്നെ നോക്കുവാണ്. ഇതേസമയം വരുണാണെങ്കിൽ ഇതൊന്നും അറിയാതെ അവിടെ ആ ഗുണ്ടകളുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും കേട്ടോ. അന്നേരം രാധിക വരുണിനെ വിളിക്കണേ, വരുൺ ഫിദ മാഡത്തിന് വെടിയേറ്റു. അത് കേട്ട് ഞെട്ടലോടെ വരുണും അങ്ങോട്ടേക്ക് തിരിയുവാണ്. ഈ സമയം ആ ബിൽഡിങ്ങിലേക്ക് നോക്കുന്ന വരുണും അവിടെ കൊല്ലാനായിട്ട് നിൽക്കുന്ന കൊലയാളിയെ കാണുവാണ് കേട്ടോ. അങ്ങനെ വരുൺ പെട്ടെന്ന് അങ്ങോട്ടേക്ക് നോക്കുന്നത് കാണുന്നതും ബെഞ്ചമിൻ വേഗം തന്നെ മുഖമൊക്കെ മറിച്ച് രാധികയ്ക്ക് നേരെ വീണ്ടും എയിം ചെയ്യുവാണ്. ഇത് കാണുന്ന വരുണാണെങ്കിൽ അവിടെയുള്ളൊരു കല്ലെടുത്ത് ബെഞ്ചമിൻ അറിയുന്നുണ്ട്. അന്നേരം ബെഞ്ചമിൻ വേഗം തന്നെ അവിടെ നിന്ന് ഓടിക്കളയുവാണ് കേട്ടോ. ഈ സമയം രാധികയാണെങ്കിൽ വരുണിനെ വിളിക്കുക, വരുൺ ഒന്ന് വേഗം വാ, ഫിദ മാഡത്തിന് തീരെ വയ്യ. അങ്ങനെ വരുൺ അങ്ങോട്ടേക്ക് ഓടിച്ചില്ലുക. ഞാൻ കാറെടുത്തിട്ട് വേഗം ഇങ്ങോട്ട് കൊണ്ടുവരാം. അങ്ങനെ പറഞ്ഞ വരുൺ അവിടെ നിന്ന് ഓടിപ്പോകുവാണ്. ഈ സമയം രാധികയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് ഫിദ മാഡത്തെ ചേർത്ത് പിടിക്കുവാണ് കേട്ടോ. ബെഞ്ചമിൻ്റെ അരികിലേക്ക് ഓടിയെത്തുമായിരിക്കും ആ ഗുണ്ടകൾ. അന്നേരം ബെഞ്ചമിൻ പറഞ്ഞേ, എന്നാലും ആ കിളവി ഇത് എവിടെ നിന്നാണ് കയറി വന്നിരിക്കുന്നത്? എൻ്റെ എല്ലാ പ്ലാനും നശിപ്പിച്ച് കളഞ്ഞില്ലേ? എന്താണെങ്കിലും നിങ്ങൾ വേഗം തന്നെ പൊക്കോ. പിന്നെ ഒരു ക്യാമറയിലും പെടാത്ത രീതിയിൽ ശ്രദ്ധിച്ച് വേണം പോകാനായിട്ടും. ഇനി ഇവിടെ നിൽക്കുന്നത് റിസ്ക്കാണ്, വേഗം പൊക്കോ എന്നും പറഞ്ഞ് അവരവിടെ നിന്നും പറഞ്ഞു വിടുവാണ്. അങ്ങനെ ബെഞ്ചമിനും അവിടെ നിന്ന് വേഗം തന്നെ സ്ഥലം കാലിയാക്കുവാണ് കേട്ടോ. ഈ സമയം വരുൺ കാറെടുത്ത് അവരുടെ അരികിലേക്ക് എത്തുമായിരിക്കും. എന്നിട്ട് വരുണും അവരെല്ലാവരും കൂടി ചേർന്ന് ശ്യാമയെ പൊക്കിയെടുത്ത് കാറിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ രാധികയുടെ മടിയിൽ ശ്യാമേനെ കിടത്തിക്കൊണ്ടായിരിക്കും കേട്ടോ കാറിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാറിൽ വെച്ച് മുഴുവൻ രാധിക ശ്യാമേനെ വിളിച്ചുകൊണ്ടിരിക്കണേ, ഫിദ മാഡം ഒന്ന് കണ്ണ് തുറക്ക്, എന്നെ നോക്ക്, മാഡത്തിന് മോളല്ലേ വിളിക്കുന്നത്, ഒന്ന് കണ്ണ് തുറന്ന് നോക്ക് മാഡം എന്ന് പറഞ്ഞ് രാധിക കരഞ്ഞു വിളിക്കുവാണ്. പിന്നീട് ഹോസ്പിറ്റലിലെത്തി ICUയിലേക്ക് കൊണ്ടുപോകുന്ന ശ്യാമേനെയായിട്ട് കാണിക്കുന്നത്. അന്നേരം ഡോക്ടറൊക്കെ അങ്ങോട്ടേക്ക് എത്തുക. എന്താ പറ്റിയത്? ആ സമയം വരുൺ നടന്ന കാര്യങ്ങളെല്ലാം ഡോക്ടറിനോട് വിശദീകരിക്കുവാണ്. അന്നേരം ഡോക്ടർ പറഞ്ഞേ, എന്താണെങ്കിലും നിങ്ങളെല്ലാവരും പുറത്തേക്ക് നിൽക്കൂ, ഞങ്ങളൊന്ന് നോക്കട്ടെ. ഡോക്ടർ, ഫിദ മാഡത്തിന് ഒരു കുഴപ്പവും പറ്റരുത്, കുട്ടി പുറത്ത് നിൽക്കൂ, ഞങ്ങൾ നോക്കട്ടെ. അങ്ങനെ അവരെല്ലാവരും പുറത്താക്കുവാണ് കേട്ടോ. ഈ സമയം രാധികയാണെങ്കിൽ അവിടെ ഒരു ബെഞ്ചിൻ്റെ അരികിലിരുന്ന് വരുണിൻ്റെ കൈ പിടിച്ച് പൊട്ടിക്കരയുവാണ്. വരുൺ, ഫിദ മാഡം എന്തിനാ മാഡം എന്നെ രക്ഷിക്കാൻ വന്നത്? ഞാൻ ചത്തുപോകുവാണെങ്കിൽ അങ്ങനെ പൊക്കോട്ടെ എന്ന് വിചാരിച്ചാൽ പോരായിരുന്നോ? ഇതിപ്പോൾ മാഡം ഈ അവസ്ഥയിൽ കിടക്കുന്നുണ്ട്, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല വരുൺ എന്നൊക്കെ പറഞ്ഞ് രാധിക വല്ലാതെ കരച്ചിലാണ് കേട്ടോ. അതുകൊണ്ട് വരുൺ രാധികയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നൊക്കെയുണ്ട്. ഈ സമയം ICUവിൻ്റെ ഫ്രണ്ടിൽ തന്നെ പ്രാർത്ഥനയോടുകൂടി അമൃതയും നിൽക്കുന്നുണ്ടാകും കേട്ടോ. അന്നേരം ഡോക്ടർ നഴ്സിനോട് OP എടുക്കാൻ പറയുവാണ്. ഈ സമയം ഡോക്ടർ വന്ന് വരുണിനോട് പറയണേ, അതെ പേഷ്യൻറ്റിന് വേഗം തന്നെ OP എടുക്കണം. ഞാനിപ്പോൾ തന്നെ എടുക്കാം ഡോക്ടർ. എന്നിട്ട് വരുൺ അമൃതയോട് ചോദിക്കണേ, മാഡം ഫിദ മാഡത്തിന് എത്ര വയസ്സുണ്ട്? അന്നേരം അമൃത പറയണേ, വരുൺ വിട്ടിരുന്നോളൂ, ഞാൻ പോയി എടുത്തോളാം. അങ്ങനെ പറഞ്ഞ് അമൃത തൊട്ടടുത്ത് തന്നെയുള്ള കൗണ്ടറിൽ ചെന്ന് OP എടുക്കുവാണ്. അപ്പോൾ പേഷ്യൻറ്റിൻ്റെ പേര് ചോദിക്കുവാണ് കേട്ടോ. ഈ സമയം വരുണാണെങ്കിൽ പേര് പറയുന്നത് കേൾക്കാനായിട്ട് ശ്രദ്ധയോടുകൂടി നിൽക്കുന്നുണ്ട്. എന്നിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് നോക്കുന്നത് പോലെ നോക്കുവാണ് കേട്ടോ. അങ്ങനെ പതിയെ ശ്യാമ എന്ന് പറയുവാണ്. അത് വരുണും കേൾക്കുന്നുണ്ട്. അങ്ങനെ വയസ്സൊക്കെ പറഞ്ഞ് OP രജിസ്ട്രേഷൻ ചെയ്യുവാണ്. അങ്ങനെ ഡോക്ടേഴ്സ് അവിടെ ശ്യാമയ്ക്ക് വേണ്ടിയിട്ടുള്ള ചികിത്സകളൊക്കെ തുടങ്ങുവാണ് കേട്ടോ. അന്നേരം ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വരുന്ന ഡോക്ടർ കാണുവാണ് ശ്യാമേനെ. ഇത് സിംഗർ ശ്യാമ മാഡം അല്ലേ? അതെ.
ആദ്യയുടെ കൊണ്ടുവന്നപ്പോൾ ആർക്കും മനസ്സിലായില്ല, മറ്റൊരു വേഷത്തിലായിരുന്നു. എന്നാണെങ്കിലും എത്ര പെട്ടെന്ന് തന്നെ പോലീസിൽ ഇൻഫോം ചെയ്യൂ. അങ്ങനെ പറഞ്ഞ് ഡോക്ടർ ശ്യാമയുടെ കയ്യിൽ നിന്നും ആ ബുള്ളറ്റൊക്കെ റിമൂവ് ചെയ്ത് ആവശ്യമായിട്ടുള്ള ചികിത്സകളൊക്കെ കൊടുക്കുവാണ്. ഇതേ സമയം അവിടെ പുറത്ത് രാധികയാണെങ്കിൽ അമൃതനെ കെട്ടിപ്പിടിച്ച് കരയുവാണ്. മാഡം, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഫിദ മാഡത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ എന്തിനാ ഭഗവാൻ ഇങ്ങനെ നമ്മളോട് ക്രൂരത കാണിക്കുന്നത്? അന്നേരം അമൃത രാധികനെ ആശ്വസിപ്പിക്കണേ. മോൾ പ്രാർത്ഥിച്ച മോളുടെ നമുക്ക് ഒന്നും സംഭവിക്കില്ല. രാധിക എന്ത് പ്രാർത്ഥിച്ചാലും ഭഗവാൻ അത് സാധിച്ചു തരില്ലേ? ഫിദയുടെ ജീവന് വേണ്ടി രാധിക അപേക്ഷിച്ചു കഴിഞ്ഞാൽ ഭഗവാന് അതൊരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല. മോളുടെ അമ്മ തിരിച്ചു വരും. എത്ര സന്തോഷത്തിലായിരുന്നു എന്ന് ഞാൻ. എല്ലാവരും എൻ്റെ പാട്ടിനെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. ഫിദ മാഡം പിന്നെ ആ ഡയറക്ടറും എല്ലാവരും പറഞ്ഞു. എന്നിട്ടും അതൊന്ന് സന്തോഷിക്കാൻ പോലും എന്നെക്കൊണ്ട് പറ്റിയില്ലല്ലോ. അതിനു മുമ്പ് ദൈവം ഇതുപോലെയുള്ളൊരു സങ്കട വാർത്തയല്ലേ എൻ്റെ മുമ്പിൽ കാണിച്ചത്? എന്തിനാ നിങ്ങൾ ഞങ്ങളുടെ പിന്നാലെ വന്നത്? അതുകൊണ്ടല്ലേ ഫിദ മാഡത്തിന് ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ചത്? ഫിദ മാഡം ഈ അവസ്ഥയിലായത്. മോളെ ഇങ്ങനെ സങ്കടപ്പെടല്ലേ. വരുൺ രാധിക അവിടെ ചെന്ന് കൊണ്ടുപോയിരുത്ത്. അങ്ങനെ വരുൺ രാധികയെ പിടിച്ച് അവിടെ ബെഞ്ചിലെടുത്തുവാണ്. ഈ സമയം രാധികക്കാണെങ്കിൽ ഒരു സമാധാനമില്ല കേട്ടോ. രാധിക ഫിദയുടെ കാര്യോർത്ത് അവിടെ ഓരോന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുവാണ്. ആ സമയം നേഴ്സ് പുറത്തേക്ക് വരുവാണ്. ഐസിയുവിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്ന അമൃതയോട് ചോദിക്കണേ, ശ്യാമ മാഡത്തിൻ്റെ ബൈസ്റ്റാൻഡർ ആരാണ്? നിങ്ങളല്ലേ? അത് കേൾക്കുന്നത് വരുൺ ഞെട്ടി പുറകിലേക്ക് തിരിഞ്ഞു നോക്കുവാണ് കേട്ടോ. വരണത് നല്ലപോലെ കേട്ട് കാണും. എന്നാൽ ആ ഒരു ചോദ്യം കേൾക്കുന്നതും അമൃത ഞെട്ടുവാണ്. എന്നിട്ട് വരുണിൻ്റെ അധികം ഇത് കേട്ടോ എന്നറിയാനായിട്ട് തിരിഞ്ഞു നോക്കുവാണ്. ഈ സമയം വരുൺ മറ്റൊരു സ്ഥലത്തേക്ക് നോക്കി ഒന്നും അറിയാത്ത പോലെ നിൽക്കുവാണ് കേട്ടോ. രാധികയാണെങ്കിൽ ഇത് ശ്രദ്ധിച്ചിട്ടും ഉണ്ടാവില്ല. അന്നേരം അമൃത ചോദിക്കുന്നുണ്ട്, അതെ എന്താ കാര്യം? ആ സമയം സിസ്റ്റർ പറയണേ, അതെ ശ്യാമ മാഡത്തിന് കുറേ അധികം ബ്ലഡ് പോയിട്ടുണ്ട്. അതുകൊണ്ട് ഉടനെ കുറച്ച് ബ്ലഡ് ആവശ്യമായിട്ട് വരും. നിങ്ങൾ എത്രയും പെട്ടെന്ന് ബ്ലഡ് അറേഞ്ച് ചെയ്യണം. ബി പോസിറ്റീവാണ് മാഡത്തിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ്. അങ്ങനെ പറഞ്ഞ് സിസ്റ്റർ അകത്തേക്ക് പോകുവാണ് കേട്ടോ. ഈ ഒരു കാര്യം പറയുന്നത് രാധിക പെട്ടെന്ന് കേട്ട് കാണും. അങ്ങനെ രാധിക അവിടെ നിന്ന് എണീറ്റ് അമൃതയുടെ അരികിലേക്ക് ഓടിച്ചെല്ലണേ. മാഡം, ബി പോസിറ്റീവ് ബ്ലഡ് അല്ലേ വേണ്ടത്? എൻ്റെത് ബി പോസിറ്റീവാ. ഫിദ മാഡത്തിന് ഞാൻ ബ്ലഡ് കൊടുത്തോളാം. അങ്ങനെ രാധിക അകത്തേക്ക് മുട്ടി വിളിക്കുവാണ്. ഈ സമയം നേഴ്സ് വരുവാണ്. എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ബി പോസിറ്റീവാ, ബ്ലഡ് ഞാൻ കൊടുക്കാം, എന്നാൽ വരൂ എന്നും പറഞ്ഞ നേഴ്സ് രാധികയും കൂട്ടി ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകുവാണ് കേട്ടോ. ഇത് കണ്ട് വരുൺ അമൃതയുടെ അരികിലേക്ക് വന്നിട്ട് പറയണേ, അവർ രണ്ടാളും ഒരേ രക്തമാണ് അല്ലേ മാഡം? അന്നേരം വരുണിൻ്റെ ആ ചോദ്യം കേൾക്കുന്നതും അമൃത ഒന്ന് ഞെട്ടുവാണ്. ആ സമയം വരുൺ പറയണേ, അല്ല രണ്ടുപേർക്കും ഒരേ ബ്ലഡ് ഗ്രൂപ്പാണല്ലോ, അതെന്താണെങ്കിലും നന്നായി, അല്ലെങ്കിൽ ഇപ്പോൾ ബ്ലഡ് അന്വേഷിച്ച് ഓടേണ്ടി വന്നാനേ. ആ സമയം അമൃതം അതെ എന്നും പറഞ്ഞവിടെ ടെൻഷനോട് കൂടി നിൽക്കുവാണ് കേട്ടോ. വരുൺ ഇതെല്ലാം നോട്ട് ചെയ്യുന്നുണ്ട്. ഇതോടുകൂടി വരുണിൻ്റെ സംശയം പൂർണ്ണമായിട്ട് ശരിയാണെന്നും അകത്ത് കിടക്കുന്നത് ഫിദയല്ല ശ്യാമ മാഡം തന്നെയാണെന്നും വരുണിന് പൂർണ്ണമായിട്ട് ഉറപ്പിക്കുവാണ്. ഈ സമയം രാധികയാണെങ്കിൽ ശ്യാമയ്ക്ക് വേണ്ടിയിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ് കേട്ടോ. അന്നേരം ശ്യാമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ് രാധിക. ഭഗവാനെ, ഫിദ മാഡത്തിന് ഒരാപത്തും വരുത്തല്ലേ. എത്രയും പെട്ടെന്ന് മാഡം കണ്ണു തുറക്കണം. എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ അമ്മയെ കാണാൻ പറ്റണം. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കുവാണ് രാധിക അവിടെ. അതിനുശേഷം കാണിക്കുന്നത് ഐസുവിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഫിദയുടെ കാര്യങ്ങൾ അറിയാനായിട്ട് കാത്തു നിൽക്കുന്ന അമൃതേനെയും രാധികേനെയും വരുന്നൊക്കെയാണ് കേട്ടോ. ഈ സമയത്തായിരിക്കും പോലീസ് അങ്ങോട്ടൊക്കെ വരുന്നത്. അങ്ങനെ പോലീസിനെ കാണുന്നതും അമൃത ACP അരികിലേക്ക് ചെല്ലുക. ACP സാർ, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ? ഓക്കെ ഓർമ്മയുണ്ട് മാഡം, ഞാൻ സൂക്ഷിച്ചോളാം. ACPനെ കാണുന്നതും വരുൺ രാധിക അരികിലേക്ക് ചെല്ലുക. സാർ, വരുൺ രാധിക, ഞങ്ങൾ സംഭവ സ്ഥലത്തേക്ക് പോയിരുന്നു. അവിടെ ചെന്ന് ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട്. കൊലയാളി ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ച ആ 2ാം നിലയുണ്ടല്ലോ, അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയുള്ള ഒരു ഹോസ്റ്റലിൽ നിന്നും CCTV ദൃശ്യങ്ങൾ ഞങ്ങൾ കളക്ട് ചെയ്തു. അതിൽ കൊലപാതകയുടെ മുഖം വ്യക്തമായിട്ടുണ്ട്. ഇതാണ് അവിടെ ഉണ്ടായിരുന്ന ആ കൊലപാതകി. അങ്ങനെ പറഞ്ഞ് ബെഞ്ചമിൻ്റെ ഒരു ഫോട്ടോ കാണിക്കുവാണ്. അതിൽ മുഖം പൂർണ്ണമായിട്ടും കാണാൻ പറ്റില്ല, തൊപ്പിയുള്ളത് കൊണ്ടും പിന്നെ കൈയൊക്കെ കൊണ്ട് മറിഞ്ഞിരിക്കുന്നത് കൊണ്ടും മുഖം വ്യക്തമല്ല. കണ്ണിൻ്റെ ഭാഗവും ആ ഒരു ചെറിയ പോർഷന് മാത്രമേ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ആ ഫോട്ടോ കൊണ്ട് വരുണിൻ്റെ അധികം ഇയാൾ തന്നെയാണ് റിസോർട്ടിൽ വെച്ച് തങ്ങളെ കൊല്ലാൻ ശ്രമിച്ചതെന്ന് തിരിച്ചറിയുവാണ്. റിസോർട്ടിലൊരു CCTV ദൃശ്യത്തിൽ നിന്നും ഫോട്ടോ കണ്ടിരുന്നല്ലോ. അന്നേരം വരുൺ പറയുന്നുണ്ട്, ആ റിസോർട്ടിൽ നിന്ന് കിട്ടിയ CCTV ദൃശ്യത്തിലും മുഖം വ്യക്തമല്ലെങ്കിലും ഇതേപോലത്തെ രൂപം തന്നെയായിരുന്നു. അപ്പോൾ രണ്ടും ഒരാൾ തന്നെയാണ് അല്ലേ സാർ? അതേ വരുൺ. എന്താണെങ്കിലും നിങ്ങളൊന്നും കൊണ്ട് പേടിക്കേണ്ട. ഞാൻ നിങ്ങൾക്ക് മുമ്പേ തന്നെ ഒരു സൂചന തന്നതാണല്ലോ. ദൂരയാത്രയാണെങ്കിലും അടുത്താണെങ്കിലും ശരി, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങളൊന്ന് സൂക്ഷിക്കണമെന്ന്. കൊലയാളി അതിവിദഗ്ധനാണ്. ഏതു നേരവും അവൻ നിങ്ങളുടെ പിന്നാലെ തന്നെയുണ്ട്. ഞാനെന്താണെങ്കിലും ഫിദ മാഡത്തെ കൂടി ഒന്ന് കാണട്ടെ. അങ്ങനെ പറഞ്ഞ് അമൃതയും ACPയും കൂടി ഐസുവിൻ്റെ ഫ്രണ്ടിലേക്ക് പോകുവാണ്. ഈ സമയം രാധിക വരുണിനോട് പറയണേ, വരുൺ, ആ കൊലയാളി നമ്മളെ വിടാതെ പിന്തുടരുവാണല്ലോ. നമ്മൾ ദൂരത്തേക്ക് പോയാലും അടുത്ത് പോയാലും മരണത്തിൻ്റെ നേലുമായിട്ട് അയാൾ നമ്മുടെ തൊട്ട് പിന്നാലെ തന്നെയുണ്ട്. നമ്മൾ എന്ത് ചെയ്യും വരുൺ? നമ്മൾ കാരണം മറ്റുള്ളവരും കൂടി അപകടത്തിലാകുവാണല്ലോ. അങ്ങനെ പറഞ്ഞ് രാധിക ആകെ സങ്കടപ്പെടുക. അതുകൊണ്ട് വരുൺ രാധിക ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട്. എടോ, എന്തിൻ്റെ പേരിലാണ് അയാൾ നമ്മളെ കൊല്ലാൻ വരുന്നതെന്നറിയില്ല. വലിയ വലിയ ആളുകളെയും മറ്റും കൊല്ലാനായിട്ട് പലരും ഇതുപോലെ പല ശ്രമങ്ങളും നടത്തുന്നതും അതിനെക്കുറിച്ചൊക്കെ വാർത്തകളിലും മറ്റും കേട്ടിട്ടുണ്ട്. നമ്മളും അതുപോലെ
വലിയ ആളുകളാണെന്ന് തന്നെ വിചാരിച്ചോ? അതുകൊണ്ടല്ലേ നമ്മളെ കൊള്ളാനും ഇങ്ങനെ ആളുകൾ പിന്നാലെ നടക്കുന്നത്. താൻ എന്താണെങ്കിലും അതൊന്നോർത്ത് മനസ്സ് വിഷമിപ്പിക്കാതിരിക്കുക. ഫിദ മാഡത്തിൻ്റെ ഈ ഒരു അവസ്ഥയും അതുപോലെ ഈ സിപിയുടെ വാക്കുകളും ഒക്കെ ഉള്ളിലിട്ട് ആവശ്യമില്ലാത്ത കാര്യമൊന്നും ചിന്തിക്കേണ്ട. എന്തുണ്ടെങ്കിലും നമുക്ക് നേരിടാം. തൻ്റെ കൂടെ എന്തിനും കൂട്ടായി ഞാനില്ലേ? അങ്ങനെ പറഞ്ഞാൽ വരുൺ രാധികയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുവാണ്. ഈ സമയം രാധിക വരണേ, ഞാൻ ഒന്ന് ചെന്ന് മോൻ കഴുകിയിട്ട് വരാം. ആ അത് നന്നായി, ഞാനത് തന്നോട് പറയാനിരിക്കുമായിരുന്നു. ചെന്ന് കഴുകിയിട്ട് വാ. അങ്ങനെ രാധിക വാഷ്റൂമിലേക്ക് പോകുവാണ്. ഈ സമയം ഡോക്ടർ സർജറിയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വരുന്നുണ്ടാവും. ശ്യാമ മേഡത്തിൻ്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു. നൗ ഷീ ഈസ് ഓൾ റൈറ്റ്. കണ്ണ് തുറന്നിട്ടുണ്ട്. അത് കേൾക്കുന്നതും വരണതെല്ലാം ശ്രദ്ധിച്ച് കേൾക്കുവാണ് കേട്ടോ. ഈ സമയം അത് കേൾക്കുമ്പോൾ അമൃതക്ക് ആശ്വാസമാവുന്നുണ്ട്. പെട്ടെന്ന് ഇത് അവരെങ്ങാനും കേട്ട് കാണുമെന്നറിയാനായിട്ട് അമൃത തിരിഞ്ഞു നോക്കുവാണ് കേട്ടോ. ഈ സമയം വരണാണെങ്കിൽ ഒന്നും കേൾക്കാത്ത പോലെ ഫോണിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. വരണത് ശ്രദ്ധിച്ചിട്ടില്ലെന്ന് വിചാരിച്ച് ആശ്വാസത്തോടു കൂടി നിൽക്കുവാണ് കേട്ടോ അമൃതയും. ഈ സമയം ACP പറയണേ, അതെ ഡോക്ടർ, ശ്യാമ മാഡത്തിന് ചില സെക്യൂരിറ്റി ഇഷ്യൂസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് ശ്യാമ മാഡമാണെന്ന് പുറത്താരും അറിയാൻ പാടില്ല. ഇതുപോലുള്ള പല ഭീഷണികളും ഉള്ളതുകൊണ്ട് ശ്യാമ മാഡം പല സമയത്തും പല വേഷങ്ങളിലും നടക്കുന്നത്. അന്നേരം ഡോക്ടർ പറയുന്നുണ്ട്, യാ അത് ശരിയാ, ഇവിടെ വന്നപ്പോൾ ശ്യാമ മാഡം മറ്റൊരു വേഷത്തിലായിരുന്നു. ഇവിടുത്തെ നേഴ്സുമാർ എന്നോടത് പറഞ്ഞിരുന്നു. ഞങ്ങളുടെ പ്രൊസീജിയർ ഇതായതുകൊണ്ട് സാറിനെ വിളിച്ചറിയിച്ചത്. അതിൽ കുഴപ്പമൊന്നുമില്ല. എന്താണെങ്കിലും ഇനി ഈ കാര്യം പുറത്തേക്ക് ലീക്കാകാൻ പാടില്ല. ഓക്കെ സാർ, ഞങ്ങളത് നോക്കിക്കോളാം. എനിക്കിപ്പോൾ ശ്യാമ മാഡത്തെ കണ്ടൊന്ന് സംസാരിക്കാൻ പറ്റുമോ? ബോധം വീണിട്ടുണ്ട്, പക്ഷെ എന്നാലും അധികം സംസാരിപ്പിച്ച് സ്ട്രെയിൻ ചെയ്യിക്കാൻ പാടില്ല. അധികം സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഒന്ന് ചോദിച്ചാൽ മാത്രം മതി. ജസ്റ്റ് ഒരു എൻക്വയറി, അത്രേ ഉള്ളൂ. അതെല്ലാം ഇതിൻ്റെ ഒരു പ്രൊസീഡിങ്സ് ആണല്ലോ. ഓക്കെ സാർ, വന്നോളൂ. ഈ സമയത്ത് മുഖമൊക്കെ കഴുകിയിട്ട് രാധികയും അവിടെ എത്തുവാണ്. അന്നേരം അമൃത രാധികയുടെ മരൻ്റെ അരികിലേക്ക് ചെല്ലുക. അതെ, ഓപ്പറേഷനൊക്കെ സക്സസ് ആയി. ഫിദ കണ്ണു തുറന്നു. ആണോ മാഡം? ആ അതെ. ACP സാറ് ഫിദയോട് 2-3 ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുള്ള കാരണം അങ്ങോട്ടേക്ക് കയറാൻ തുടങ്ങുവാണ്. ഞാനും കൂടി അങ്ങോട്ടൊന്ന് ചെല്ലട്ടെ കേട്ടോ മോളെ. അങ്ങനെ പറഞ്ഞ് ACPയുടെ ഒപ്പം അമൃതയും അകത്തേക്ക് കയറി പോകുവാണ്. ഈ സമയം രാധിക പറയണേ, വരും മാഡം കണ്ണു തുറന്നല്ലോ, ഇപ്പോൾ ആശ്വാസം ഇത്. നമുക്കും ഇനി കാണാൻ പറ്റുമായിരിക്കും അല്ലേ? പിന്നല്ലാതെ നമുക്ക് കാണാൻ പറ്റും എന്ന് വരണം ഇങ്ങനെ പറയുവാണ്. ഡോക്ടറിനെയും ACPനെയും കാണുന്നതും ശ്യാമ ചോദിക്കുന്നത് രാധികയുടെ കാര്യമോ? സാർ, രാധിക എൻ്റെ മോള്, അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? രാധികയ്ക്ക് ഒരു കുഴപ്പമില്ല. അന്നേരം ഡോക്ടർ പറയണേ, കണ്ണു തുറന്നപ്പോൾ തന്നെ മാഡം ആദ്യം അന്വേഷിച്ചത് ആ കുട്ടീനെയാണ്. ഈ സമയം അമൃതയും അങ്ങോട്ടേക്ക് ഓടി വരുവാണ്. അങ്ങനെ അമൃതയെ കാണുന്നതും ശ്യാമ അമൃതയോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം അമൃത ശ്യാമയോട് പറയണേ, പേടിക്കണ്ട, ശ്യാമ എവിടെയുള്ളതെന്ന് ആരും അറിഞ്ഞിട്ടില്ല. ശ്യാമയുടെ രാധികയുടെ ഒരേ ബ്ലഡ് ഗ്രൂപ്പാണല്ലോ. ശ്യാമയ്ക്ക് വേണ്ടി ബ്ലഡ് എന്നത് രാധിക തന്നെയാണ്. അത് കേട്ട് ശ്യാമക്ക് ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് പോലീസിനോട് പറയണേ, സാർ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെന്ന് എന്തെങ്കിലും സൂചന കിട്ടിയോ? മാഡം, ഞങ്ങൾ അവിടെ എല്ലാം അന്വേഷിച്ചു. ആവശ്യമായിട്ടുള്ള എല്ലാ എവിഡൻസും കളക്ട് ചെയ്തിട്ടുണ്ട്. കൊലയാളിയുടെ തൊട്ടരികിൽ തന്നെ ഞങ്ങളുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ അവനെ ഞങ്ങൾ കൈയോടെ പിടികൂടും. CCTVയിൽ നിന്നും അവൻ്റെ ദൃശ്യമൊക്കെ കിട്ടിയിട്ടുണ്ട്. മാഡം ഒരു കാരണവശാലും പേടിക്കേണ്ട, ഉടനെ തന്നെ ഞങ്ങൾ അവനെ പിടികൂടി മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തും. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ ഒരു സമയത്തായിരിക്കോട്ടോ രാധിക അകത്തേക്ക് ഡോർ തുറന്നെത്തുന്നത്. ഈ സമയം അകത്തേക്ക് കയറി വന്ന രാധികയെ കണ്ട് ടെൻഷനോടുകൂടി ശ്യാമയെ നോക്കുവാണ്ടോ അമൃത. അന്നേരം അതുകൊണ്ട് ശ്യാമയും ഡോറിൻ്റെ അങ്ങോട്ടേക്ക് നോക്കുമ്പോഴായിരിക്കും രാധിക കയറി വരുന്ന ആ കാഴ്ച കാണുന്നത്. അങ്ങനെ തൻ്റെ കള്ളക്കളി എല്ലാം അവസാനിക്കുമോ? രാധിക തന്നെ കണ്ട് എല്ലാ സത്യങ്ങളും തിരിച്ചറിയോ എന്നുള്ള ഭയത്തിൽ ടെൻഷനോടുകൂടി നിൽക്കുന്ന ശ്യാമയെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്